ഹലോ സ്റ്റുഡൻസ്. വെൽക്കം ബാക്ക് ടു മാത്സ് വിത്ത് നേഹ. ഇന്ന് നമ്മൾ ഫാക്ടറൈസേഷൻ ചാപ്റ്ററിലെ എക്സസൈസ് 12.2 ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 5ഉം ഈ വീഡിയോ തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണ്. സമയം കളയാതെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ A⁴ മൈനസ് B⁴. അപ്പോൾ ഇതും നമുക്ക് A² മൈനസ് B² ഫോമിൽ എഴുതാമല്ലോ. അപ്പോൾ ഇതാണ് A² എങ്കിൽ A² എന്ന് പറഞ്ഞാൽ A⁴ ആണ്. A എന്തായിരിക്കും? A² അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചല്ലേ A⁴. A²ൻ്റെ A² ഇൻറ്റു A² ആണ് A⁴. അതുകൊണ്ട് അങ്ങനെ A² കിട്ടി. B² എന്ന് പറയുന്നത് B⁴ ആണ്. B എന്ന് പറയുന്നത് എന്താ? B² അല്ലേ? അങ്ങനെ എഴുതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എയും ബിയും കിട്ടിയ A² മൈനസ് B² ഇസ് ഈക്വൽ ടു A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്നല്ലേ? അപ്പം നമുക്ക് ഇതിനെ അങ്ങനെ എഴുതാമല്ലോ. A⁴ മൈനസ് B⁴ ഇസ് ഈക്വൽ ടു A പ്ലസ് ബി ഇൻറ്റു A മൈനസ് എ. ഇവിടെ എന്താ? A² പ്ലസ് ബി എന്താ? B² ഇൻറ്റു A മൈനസ് ബി. അപ്പോൾ A² മൈനസ് B². ബി എന്ന് പറഞ്ഞാൽ B². അപ്പോൾ നമ്മൾ വീണ്ടും നോക്കുമ്പോൾ ഇവിടെ ഒരു A² മൈനസ് B² ഉണ്ട്. അതിന് നമുക്ക് A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്ന് സിമ്പിളായിട്ട് എഴുതത്തില്ലേ? നമ്മൾ ഏറ്റവും മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ A² പ്ലസ് B²നെ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെ എഴുതുക. പക്ഷെ നമുക്ക് A² മൈനസ് B²നെ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്നതിനെ മാറ്റി എഴുതാം. ഇതിനെയാണ് കേട്ടോ ഈ A² മൈനസ് B²നെ ഇങ്ങനെ ആക്കി എഴുതി. അപ്പോൾ നമുക്ക് ഇതാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇത്രയും ചെയ്താൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഫുള്ളായിട്ടുള്ള മാർക്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, P⁴ മൈനസ് 81. ഇതിനെ നമുക്ക് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ P-യും 81 വന്നേ ഉള്ളേ. അപ്പോൾ ഇത് A² മൈനസ് B² ഫോമില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ A² എന്ന് പറയുന്നത് P⁴ ആണ്. A എന്തായിരിക്കും? P² അല്ലേ? P² ഇൻറ്റു P² അല്ലേ P⁴? ഡൗട്ട് ഉണ്ടെന്ന് നോക്കിയേ. P² ഇൻറ്റു P² എന്ന് പറഞ്ഞാൽ P⁴ പ്ലസ് 2, അതായത് P⁴ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ P⁴ കിട്ടി. P² ഇൻറ്റു P². അപ്പോൾ P²ൻ്റെ സ്ക്വയറാണ് P⁴. അപ്പോൾ നമുക്ക് P²നെ A എഴുതാം. ഇനി B² എന്ന് പറയുന്നത് 81 ആണ്. B എന്തായിരിക്കും? 9 ഇൻറ്റു 9 അല്ലേ 81? അപ്പോൾ B 9 അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി. A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി. A മൈനസ് ബി എന്ന് പറയുന്നത് 9. ഇനി നമ്മൾ വീണ്ടും ഇതിനെ നോക്കി. ഇത് നമ്മൾ നേരത്തെ ആയിരുന്നപ്പോൾ A² മൈനസ് B² ആയിരുന്നപ്പോൾ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്ന് എഴുതി. ഇതിനെ നമുക്ക് അങ്ങനെ എഴുതത്തില്ലേ? P² മൈനസ് 9 ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ. P² പ്ലസ് 9 അങ്ങനെ തന്നെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ P² മൈനസ് 9. അപ്പോൾ ഇവിടുത്തെ A² എന്ന് പറയുന്നത് P-യും P²ഉം A എന്ന് പറയുന്നത് എന്താ? P ആണല്ലേ? അതുപോലെ B² എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ B എന്താ? 3 ഇൻറ്റു 3 അല്ലേ 9? അപ്പോൾ 3 അല്ലേ B? ഓക്കെ, ഇതൊന്നുകൂടെ എഴുതാം കേട്ടോ. അപ്പം നമ്മൾ ഈ P² പ്ലസ് 9നെ ഒന്നുകൂടെ എഴുതി. ഇതിനെ നമ്മൾ പിന്നെയും P² മൈനസ് 9നെ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി ഫോമിൽ എഴുതുക. അപ്പോൾ A ഇവിടെ പിന്നെ നമുക്ക് P കിട്ടി അല്ലേ? P പ്ലസ് ബി എന്ന് പറയുന്നത് 3. A മൈനസ് ബി എന്ന് എഴുതിക്കുക P മൈനസ് 3 എന്ന് എഴുതി അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ ഏതാണ്? തേർഡ് ക്വസ്റ്റ്യൻ X⁴ മൈനസ് Y പ്ലസ് 6Z⁴. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. നോക്കട്ടെ, തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഇതിനെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും നമുക്ക് A² മൈനസ് B² ഫോമിൽ എഴുതാൻ പറ്റുമല്ലോ. ഇപ്പോൾ എഴുതിയ പോലെ തന്നെ നമുക്ക് ഇതിനെ എഴുതാം. അപ്പോൾ ഇത് നമുക്ക് A² എന്ന് പറയുന്നത് X⁴ ആണെങ്കിൽ A എന്ന് പറയുന്നത് X² അല്ലേ? ഇത്രയും നേരം പറഞ്ഞു തന്നെയല്ലേ? അപ്പോൾ B² എന്ന് പറയുന്നത് Y പ്ലസ് Z⁴ ആണെങ്കിൽ B എന്താ? Y പ്ലസ് Z² ആണ് അല്ലേ? സ്ക്വയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? സ്ക്വയർ ആണ് കേട്ടോ. അതായത് B² എന്ന് പറഞ്ഞാൽ Y പ്ലസ് Z⁴ ആണെങ്കിൽ B എന്ന് പറഞ്ഞാൽ Y പ്ലസ് Z². ഈ Y പ്ലസ് Z² എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? Y പ്ലസ് Z ആയിരിക്കും. X²ൻ്റെ X അല്ലേ? അതുപോലെ X⁴ X² അല്ലേ? അതുപോലെ Y പ്ലസ് Z⁴ സ്ക്വയർ ഇടും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി ഫോമിൽ എഴുതാം. ഇവിടെ Ax² കിട്ടി, പ്ലസ് B എന്ന് പറയുന്നത് Y പ്ലസ് Z⁴. ഓക്കെ, ഇനി A മൈനസ് ബി എന്ന് എഴുതിക്കേ. A എന്താ ഇവിടെ? X² മൈനസ് B എന്ന് പറയുന്നത് Y പ്ലസ് Z² അല്ലേ? A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ വീണ്ടും നോക്കുക. ഇവിടെ നമുക്ക് ഈ നേരത്തെ ചെയ്ത കേസ് തന്നെ അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്? A² മൈനസ് B²നെ ഈ വീണ്ടും A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ നമുക്കിതിനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ A² സ്ഥാനത്ത് X²ഉം A എന്ന് പറയുന്നപ്പോൾ X അല്ലേ? അപ്പോൾ ഇനി B² നോക്കിയേ, Y പ്ലസ് Z². അപ്പോൾ B എന്തായിരിക്കും? Y പ്ലസ് Z അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? X² X ആണ്, Y പ്ലസ് Z² Y പ്ലസ് Z ആയിരിക്കും. ആ സ്ക്വയർ ഒന്ന് മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാവേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊന്നുകൂടെ എടുത്ത് എഴുതണം അല്ലേ? കാണാൻ പറ്റുന്നുണ്ടോടാ? ഇവിടെ ചെയ്യട്ടെ കാണാമല്ലോ അല്ലേ? ഇവിടെ ചെയ്യാൻ പോകണേ ബാലൻസ്.
അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നുകൂടെ എടുത്തെഴുതുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിനെ നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ എഴുതുക. എ നമുക്ക് എക്സ് എന്ന് കിട്ടി, പ്ലസ് ബി എന്ന് പറയുന്നത് വൈ പ്ലസ് ഇസഡ് എന്ന് കിട്ടിയേ. ബാക്കിയുള്ള ബ്രാക്കറ്റ് ഇവിടെ എഴുതണേ. പിന്നെ എ മൈനസ് ബി എന്ന് എഴുതണം. എ എന്താ എക്സ്, മൈനസ് ബി വൈ പ്ലസ് ഇസഡ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയോ? അങ്ങനെ എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. ഇതിൻ്റെ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ആക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാം അല്ലേ? അതുപോലെ ഈ ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ എക്സ് മൈനസ് വൈ, മൈനസും പ്ലസോട് ചേർന്ന് അവിടെ ഒരു മൈനസ് ആയിട്ട് മൈനസ് ഇസഡ് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, നമുക്കപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? എക്സ് റൈസ് ടു 4 മൈനസ് എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ റൈസ് ടു 4. ഇതും ആ മോഡൽ തന്നെയല്ലേടാ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇപ്പോൾ ചെയ്ത അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻ ഇതും. അപ്പോൾ നമുക്ക് എ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 4 ആണ്. എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അല്ലേ? അതുപോലെ ബി സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ റൈസ് ടു 4 ആണെങ്കിൽ ബി എന്ന് പറയുന്നത് എക്സ് മൈനസ് ഇസഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. എ സ്ക്വയർ എക്സ് സ്ക്വയർ എ പ്ലസ് ബി എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതണം. എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് ബി എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതി. ഇനി നോക്കിയേ, ഇനി നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയറിനെ അങ്ങനെ തന്നെ എഴുതി. പക്ഷേ ഇവിടെയോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് ഇസഡ് ഹോൾ സ്ക്വയർ അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പോലെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് എ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. എ എന്താ എക്സ് ആയിരിക്കും. ബി സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഇസഡ് സ്ക്വയർ ആണെങ്കിൽ ബി എന്തായിരിക്കും? എക്സ് മൈനസ് ഇസഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാവേ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതിക്കുക. ഇവിടെ എ എക്സ് പ്ലസ് ബി എക്സ് മൈനസ് ഇസഡ് അല്ലേ? ഇൻറ്റു എ മൈനസ് ബി. എ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ബി എന്താ? എക്സ് മൈനസ് ഇസഡിനെ ബ്രാക്കറ്റിൽ ഇടണം. ഇനി നമ്മളൊരു ട്വിസ്റ്റ് ഉണ്ട് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഇസഡ് സ്ക്വയർ എന്താ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ പോലെ അല്ലേ ഇത്? അപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. എന്നാലും നമുക്കത് ലാസ്റ്റ് ചെയ്യാം അല്ലേ? ഇപ്പോൾ കൺഫ്യൂഷൻ ആകത്തില്ലേ? അതങ്ങനെ തന്നെ എഴുതിയിട്ട് ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. എക്സ് പ്ലസ് എക്സ് പ്ലസ് മൈനസൂടെ മൈനസ് തന്നെ മൈനസ് ഇസഡ്. അതുപോലെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ആവുമ്പോൾ ശ്രദ്ധിക്കണം. മൈനസും പ്ലസൂടെ മൈനസ് തന്നെ, മൈനസ് മൈനസൂടെ പ്ലസ് ആവും അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവനെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ചെയ്യാം. അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. എക്സ് പ്ലസ് എക്സ് 2x മൈനസ് ഇസഡ് അല്ലേ? ഇനി എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 0 അല്ലേ? 2 മൈനസ് 2 0 അല്ല. അതുപോലെ എക്സ് മൈനസ് എക്സ് 0 ആയി പോകും. 0 ആയതുകൊണ്ട് എഴുതുന്നില്ല. ബാക്കിയുള്ളൊരു ഇസഡ് അല്ലേ? ആ ഇസഡ് എഴുതിയേ. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എക്സ് മൈനസ് ഇസഡ് സ്ക്വയർ അല്ലേ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ പോലെ അല്ലേ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അത് നമുക്ക് എഴുതാൻ അറിയത്തില്ലേ? എക്സ് മൈനസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ ബ്രാക്കറ്റിൽ എഴുതാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ എന്താ? എക്സും ബി ഇസഡും ആ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതുന്ന പോലെ ഈ എക്സ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വരും. മൈനസ് 2 ഇൻറ്റു എ എന്ന് പറയുന്ന എക്സ്, ബി എന്ന് പറയുന്ന ഇസഡ് പ്ലസ് ബി എന്ന് പറയുന്ന ഇസഡിൻ്റെ സ്ക്വയർ ഇസഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2x ഇസഡ് എന്ന് വരും അല്ലേ? 2x ഇസഡ് പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. നമ്മളൊരു ബ്രാക്കറ്റ് കിട്ടുന്നേ ഉള്ളേ. അപ്പോൾ നമുക്ക് താഴോട്ട് എഴുതാം. ഒന്നുകൂടെ എഴുതാം. അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതല്ലേ എക്സ് മൈനസ് ഇസഡ് സ്ക്വയറിനെ. അപ്പോൾ എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ എഴുതി പ്ലസ് എക്സ് മൈനസ് ഇസഡ് സ്ക്വയർ ഇങ്ങനെയായി. അതെടുത്ത് എഴുതുവാണേ. ബ്രാക്കറ്റിൽ തന്നെ എഴുതിക്കോ. എക്സ് സ്ക്വയർ മൈനസ് 2x ഇസഡ് പ്ലസ് ഇസഡ് സ്ക്വയർ, പിന്നെ ബാക്കിയുള്ള 2x മൈനസ് ഇസഡ്, പിന്നെ ഇസഡ് മാത്രമായതുകൊണ്ട് നമ്മൾ വെറുതെ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ എഴുതിയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പ്ലസ് ആയതുകൊണ്ട് വലിയ മാറ്റമൊന്നും വരത്തില്ല അല്ലേ? 2x ഇസഡ് പ്ലസ് ഇസഡ് സ്ക്വയർ, 2x മൈനസ് ഇസഡ്, പിന്നെ ഒരു ഇസഡും. ഇപ്പം നോക്കിയേ, എക്സ് സ്ക്വയറും ഉണ്ടല്ലോ, രണ്ടെണ്ണം ഇല്ലേ? അപ്പോൾ 2x സ്ക്വയർ വരും അല്ലേ? പ്ലസ് ചെയ്യുമ്പോൾ പിന്നെ മൈനസ് 2x ഇസഡ് എന്ന് വരും പ്ലസ് ഇസഡ് സ്ക്വയർ, അതുപോലെ 2x മൈനസ് ഇസഡ്, പിന്നെ ഒരു ഇസഡ്. ഇതല്ലേ നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 5th ക്വസ്റ്റ്യൻ ആണേ. അങ്ങനെ നമ്മുടെ 4th ക്വസ്റ്റ്യൻ തീരും. അപ്പോൾ 5th ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ a റേസ് ടു 4 മൈനസ് 2a സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് b റേസ് ടു 4. ഇത് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത്? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്യണ്ടേ നമുക്ക്? അപ്പോൾ നമ്മൾ നോക്കിയേ,
ഇത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ ചെയ്യണ്ടേ. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് a⁴ ആണെങ്കിൽ എ എന്താ എ സ്ക്വയർ അല്ലേ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞതല്ലേ. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറയുന്നത് b⁴ ആണ്, ബി എന്ന് പറയുന്നത് ബി സ്ക്വയർ അല്ലേ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു എ എന്ന് പറയുന്നത് a സ്ക്വയർ ഇൻറ്റു ബി എന്ന് പറയുന്നത് ബി സ്ക്വയർ. അപ്പോൾ 2a സ്ക്വയർ ബി സ്ക്വയർ എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ. നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ അല്ലേ. ഇറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ് മനസ്സിലായി. അപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആയതുകൊണ്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണെന്ന് നമുക്ക് എഴുതാം. എ എന്താ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി എന്താ ബി സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. ഓക്കെ അല്ലേ, മനസ്സിലായോ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ ഇതിൻ്റെ അകത്ത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. അങ്ങനെ നമുക്ക് എഴുതാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, പിന്നെ ഒരു വലിയ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ സ്ക്വയറിനെ, അവിടെ സ്ക്വയറൊന്നും കളയല്ല കേട്ടോ. അപ്പോൾ സ്ക്വയറിനെയും കൂടെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്വയർ രണ്ടിനും ബാധകമാണ്. അപ്പോൾ നമുക്ക് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടൊന്ന് കൊടുക്കാം. എ പ്ലസ് ബി സ്ക്വയറും എ മൈനസ് ബി സ്ക്വയറും. അങ്ങനെയാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ. അങ്ങനെ നമ്മൾ 4th ക്വസ്റ്റ്യനും ചെയ്ത് തീർത്തു. ഓക്കെ, ഇനി നമുക്കെന്നാൽ 5th ക്വസ്റ്റ്യനോട് ചെയ്ത് ഈ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5th ക്വസ്റ്റ്യൻ ആണേ. 5th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വൺ. 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമിലുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ പി സ്ക്വയർ പ്ലസ് 6p പ്ലസ് 8 ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് അറിയാം. ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിലല്ല എന്നെങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ ആദ്യം ഈ തേർഡ് സംഭവം നോക്കുക. അപ്പം നമുക്കറിയാം ഇത് ബി സ്ക്വയർ ഫോമിലാണെങ്കിൽ ഒരു ബി വേണമല്ലോ. ഇപ്പം ഞാൻ പറയാം 2 × 2 4, 3 × 3 9, 8ന് പക്ഷേ ഒരു സ്ക്വയർ റൂട്ട് ഇല്ല. സ്ക്വയർ റൂട്ട് നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഈ സ്ക്വയർ റൂട്ട് 8ൻ്റെ ചെയ്യാൻ പഠിച്ചിട്ടില്ല അല്ലേ, അങ്ങനെ വേണേൽ പറയാം. അപ്പോൾ ഇതൊരു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോം. അല്ലെങ്കിൽ നമ്മൾ നോക്കിയും അങ്ങനെ നമുക്ക് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമാണ്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ അങ്ങ് ആദ്യം എഴുതി വെച്ചു. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട്. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ ഇവിടെ 6 ആണ്. അതുപോലെ എക്സ് എന്ന് പറയുന്നത് ഇവിടെ പി സ്ക്വയറിൻ്റെ എവിടെ വന്നിരിക്കുന്നത് എക്സ് സ്ക്വയറിൻ്റെ എവിടെ വന്നിരിക്കുന്നത് പി സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ എക്സ് പി ആണ്, അതുകൊണ്ട് എഴുതി വെക്കണം കേട്ടോ ബ്രാക്കറ്റിൽ. എക്സ് എന്ന് പറയുന്നത് ഇവിടെ പി ആണ്. അതുപോലെ എ പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് 6, എ ബിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 8. ഇനി നമ്മൾ ആദ്യം നോക്കുക എന്തൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നതെന്ന് നോക്കുക. ഇത് രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ എ ബി, അപ്പോൾ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് കൂടുമ്പോഴാണ് 8? നമുക്കറിയാം 2 × 4 8 അല്ലേ. 2 × 4 8. അപ്പോൾ 2 + 4 എന്താണെന്ന് നോക്കി. 4 5 6 അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ വേണ്ട നമ്പേഴ്സ് 2ഉം 4ഉം. അതായത് എ ബി, അതായത് എ ഇൻറ്റു ബി, അതായത് 2 × 4 8 കിട്ടി. എ പ്ലസ് ബി, എ ഇവിടെ 2, ബി ഇവിടെ 4. അപ്പോൾ എ പ്ലസ് ബി ചെയ്തപ്പോൾ 6 കിട്ടി. അപ്പോൾ എ പ്ലസ് ബി 6 കിട്ടിയാൽ ഓക്കെയാണ്. ഇത് തന്നെയാണ് നമുക്ക് വേണ്ട നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എ 2ഉം ബി 4ഉം എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ചെയ്യാം. ഇനി ഈ ഫോമിലാക്കണം. നമുക്കൊന്നുകൂടെ എഴുതാം. പി സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി 2 + 4 ഇൻറ്റു എക്സ് അല്ലേ. എക്സ് ഇവിടെ പി അല്ലേ. പി പ്ലസ് എ ബി എന്ന് എഴുതണം അല്ലേ. എ എന്താ 2 × ബി 4. ഇനി നമുക്ക് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് എഴുതണം. അപ്പോൾ എക്സ് ഇവിടെ എന്താ പി പ്ലസ് എ എന്ന് പറയുന്നത് 2 അല്ലേ. 2 അല്ലേ എ ഇൻറ്റു എക്സ് പ്ലസ് ബി, ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. മനസ്സിലായോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്യൂ സ്ക്വയർ മൈനസ് 10q പ്ലസ് 21 ആണ്. അപ്പോൾ നമ്മൾ നോക്കുക ഇവിടെ എക്സ് എന്താണ്. ഇവിടെ നമുക്ക് ഇതെല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ നോക്കി 21ന് സ്ക്വയർ റൂട്ട് ഉണ്ടോ, ഇല്ല അല്ലേ. 21ന് സ്ക്വയർ റൂട്ട് ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇത് ഒരു എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമാണ്. അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ എഴുതി വെക്കുക. ഇവിടെ എക്സ് എന്താ എക്സ് സ്ക്വയർ പ്ലസ് 2ab എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് ബി എ ബി ഇൻ ഫോമിലല്ലേ. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ക്യൂ സ്ക്വയർ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ക്യൂ ആണ്, അതിവിടെ ആദ്യം എഴുതി വെക്കുക. ഇനി നമ്മൾ നോക്കിയേ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇവിടെ -10 ആയി. മൈനസ് ഒന്നും വിട്ടുകളയല്ലേ. -10ഉം എ ബി എന്ന് പറയുന്നത് 21ഉം ആണ്. അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏതോ നമ്പേഴ്സൊക്കെ മൈനസ് നമ്പേഴ്സാണ്, എന്നാലേ നമുക്കിവിടെ മൈനസ് കിട്ടത്തുള്ളൂ. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പറാണ് 21 എന്ന് പറയുന്നതിന് മൈനസ് ഒന്നും ഇല്ല. അപ്പോൾ രണ്ട് മൈനസ് ഇൻറ്റു ചെയ്യുമ്പോഴാണല്ലോ ഒരു പ്ലസ് ആയിട്ടുള്ള നമ്പർ കിട്ടുന്നത്. പോസിറ്റീവ് നമ്പർ കിട്ടണമെങ്കിൽ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നതാണ് പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം രണ്ടിന് മൈനസ് ഉണ്ട്, രണ്ട് നമ്പേഴ്സ് മൈനസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം നമ്മൾ നോക്കിയും എന്തൊക്കെ രണ്ട് നമ്പേഴ്സാണ്. 3യുടെ ടേബിളിലുണ്ട് 21 അല്ലേ. 3 × 7 = 21. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ രണ്ടിനും മൈനസും കൊടുത്തു. അപ്പോൾ -3 × -7 എന്ന് പറയുന്നത് 21. മൈനസും ക്യാൻസൽ ആയി പോയിട്ട് പ്ലസ് ആവും. അപ്പോൾ 7 × 3 21. അതുപോലെ നമ്മൾ നോക്കിയും -3 + -7, അതായത് a + b -10 കിട്ടുമെന്നാണ് നോക്കുന്നത്.
അപ്പോൾ -3 + -7 മൈനസും മൈനസും വേണ്ട പ്ലസ് ചെയ്യുമ്പോൾ മൈനസും വന്നാൽ ആഡ് ചെയ്യണം അല്ലേ. 7 + 3 7 8 9 10 10 ആണ്. സിമ്പിൾ നോക്കി രണ്ടിന് മൈനസ് ആയതുകൊണ്ട് മൈനസ് വരും. ഇത് തന്നെയല്ലേ നമുക്ക് വേണ്ട നമ്പേഴ്സിനെ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ. ഇനി രണ്ട് നമ്പേഴ്സിനെ നമുക്ക് കിട്ടി. -3 × -7 21 -3 + -7 എന്ന് പറഞ്ഞാൽ -10 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ a = -3 b = -7 x + a × x + b എന്ന് എഴുതുക. x ഇവിടെ q + a x + a എന്ന് പറയുമ്പം +a -3 അല്ലേ ഇൻറ്റു x + 3 x എന്ന് പറയുന്നത് q + b എന്ന് പറയുന്നത് -7 ആയതുകൊണ്ട് അങ്ങനെ എഴുതി. ഇനി നോക്കിയേ q + - ചേർന്ന് -3 ആവും അല്ലേ. ഇനി q + - ചേർന്ന് -7 ആവും. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ എല്ലാവർക്കും? ഇങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാവേ. തേർഡ് ക്വസ്റ്റ്യൻ കാണാം അവിടെ എല്ലാവർക്കും. തേർഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാം? p² + 6p - 16 ഇതും x + a x + b ഫോമാണേ. അപ്പോൾ നമ്മൾ നോക്കിയേ ഇവിടെയും p² അല്ലേ വന്നിരിക്കുന്നത്. x + a x + b ഫോമാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇവിടെ 16 ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 4 × 4 16 അപ്പോൾ നമുക്കത് പ്രൂഫ് വേണം. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ p ആണ്, a എന്ന് പറയുന്നത് p ആണ്. അപ്പോൾ b² എന്ന് പറയുന്നത് 16 ആണ്, b എന്താ 4 ആണ്. അപ്പോൾ ഇവിടെ സെറ്റ് ആവുമെന്ന് നോക്കണം. 2ab 2 × p × 4 8p വരത്തുള്ളൂ. അപ്പോൾ തെറ്റിപ്പോയി. അപ്പോൾ അത് x + a x + b ഫോമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ബാക്കി ചെയ്യുമ്പോൾ p² + 6p - 16 ഇവിടെ x² + a + b × x + ab എന്നല്ലേ. അപ്പോൾ x² അവിടെ p അല്ലേ. അപ്പോൾ x p ആണ്. അതുപോലെ a + b എന്ന് പറയുന്നത് 6ഉം ab എന്ന് പറയുന്നത് -16ഉമാണ്. ഇവിടെ a b എന്ന് പറയുന്നത് -16ഉം a + b എന്ന് പറയുന്നത് +6ഉം ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? ഒരു നമ്പറിന് മൈനസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഒരു നമ്പർ മൈനസും ഒരു നമ്പർ പ്ലസ്സും ഉള്ള നമ്പർ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് മൈനസ് ആയിട്ടുള്ള നമ്പർ കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, a + b എന്ന് പറയുന്നത് 6 പോസിറ്റീവ് നമ്പർ. ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് പ്ലസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് നമ്പറാണ് കിട്ടിയത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു ക്ലൂ കിട്ടി, ഒരു നമ്പർ നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഒരു നമ്പർ നെഗറ്റീവ് പക്ഷേ പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് നമ്പറാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ നമ്പറിനാണ് മൈനസ്. നമ്മളറിയാം പ്ലസ് ചെയ്യുമ്പം വലിയ നമ്പറിൻ്റെ സിമ്പിൾ എന്താണോ അതാണ് നമ്മൾ ഇടുന്നത് അല്ലേ. അതുകൊണ്ട് ചെറിയ നമ്പറിനാണ് മൈനസ് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ നോക്കാം 16 കിട്ടണമെങ്കിൽ എന്തൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 2 × 8 ഉണ്ട് അല്ലേ. അതല്ലേ ഫസ്റ്റ് നമ്പർ. 2 × 8 16 ആണ്. അപ്പോൾ നമുക്ക് 2 × 8 അപ്പോൾ മൈനസ് കുഞ്ഞ് നമ്പറിന് കൊടുക്കണേ. അപ്പോൾ 8 × 2 16. അതുപോലെ ഈ മൈനസ് സിമ്പിൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 × 8 16 -16 എന്ന് കിട്ടി. ഇനി -2 + 8 ചെയ്ത് നോക്കിയേ. 6 അല്ലേ കിട്ടുന്നത്. -2 + 8 ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ. ഇവിടെ -8 - 2 6. അപ്പോൾ 6 കിട്ടി. വലിയ നമ്പറിൻ്റെ സിമ്പിൾ പ്ലസ് ആയതുകൊണ്ട് അത് പ്ലസ്സും കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ക്ലൂസ് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ x + a × x + b x p + a. ഇപ്പം നമുക്ക് എയും ബിയും കിട്ടി. ആദ്യം എയും ബി എഴുതി വെക്കാവേ. a ഇവിടെ -2ഉം b ഇവിടെ 8ഉം ആണ്. സോ a + b x + a × x + b എഴുതാം. x എന്താ p അല്ലേ. പ്ലസ് a എന്ന് പറയുന്നത് -2 p + b 8ഉം. അപ്പം p + -2 എന്ന് പറഞ്ഞാൽ p -2ഉം p + 8ഉം. അങ്ങനെ ഈ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ എക്സസൈസ് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.